ഹരിച്ചേട്ടാ, ഇപ്പം കഴിഞ്ഞ ദിവസം രാജ്യത്തോടുള്ള പടം ഇറങ്ങി. പക്ഷെ ചേട്ടൻ കണ്ടതാണല്ലോ, ഇന്റർവ്യൂസ് ഒക്കെ സൂപ്പർ ഹിറ്റ് ആയിട്ട് അത്ര ഇതൊന്ന് റീസെന്റ് ഇറങ്ങിയ ഇന്റർവ്യൂസിലൊക്കെ ഇത്രയും അടിപൊളിയായിട്ട് പോകൊണ്ടിരുന്ന ഇന്റർവ്യൂസ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. പക്ഷെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു. റിവ്യൂസും ഉണ്ടായിരുന്നു. ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. എന്റെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല. കേട്ടില്ല മൈക്കിന്. അതായത് ഇപ്പം ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. നിങ്ങളുടെ കോമ്പയിലുള്ള അതായത് അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്നുള്ളത്. അപ്പൊ അത്ര ഹൈറ്റ് ഇരിക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിനു ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയിട്ടും അഭിപ്രായങ്ങളാകും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ഞാൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇല്ല, സിനിമ നന്നായിരുന്നു ഓടി. അപ്പം ഞാൻ എന്റെ പ്രൊഡ്യൂസറാണെങ്കിൽ സീക്രട്ടിന്റെ റിവ്യൂ ഷെയർ ചെയ്ത്. അപ്പൊ ഞാൻ എന്റെ പ്രൊഡ്യൂസറല്ല, അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലും ഞാനും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ല. അത് ഒഴിവാക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്. കാര്യം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാനല്ല ഉത്തരം പറയട്ടെ, ജാമ്യം ചേട്ടനായിരുന്നു ഉത്തരം പറയട്ടെ. ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നില്ലായിരുന്നു, ചോദിപ്പിച്ച വൈകി. മനസ്സിലായോ? അയാളൊരു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾക്ക് ചോദിക്കണം. വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും അവർ പോയി. ചിലപ്പം അദ്ദേഹം ധ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും. എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% മിസ്സായിപ്പോയി. അതിന് അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത് മനുഷ്യരല്ലേ. പക്ഷെ അത് മാത്രമല്ല, തമാശ കാര്യമല്ല. ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്. ഒരു ചെറിയ തീപ്പൊരിന്ന് പോലെ അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആള് മാറ്റി ചോദിക്കും. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനും രമേശായിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണും. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അവരാണ് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ചിരിപ്പിക്കുന്നത്. സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്കൈസ് ഇതേപോലെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമില് നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനേ പറ്റുള്ളൂ ഷൂട്ട്. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശേട്ടൻ പറഞ്ഞാൽ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ല. മനസ്സിലായി? കാര്യം അങ്ങോട്ട് ഓടിച്ചു വരുമ്പോൾ അവന്റെ ഒരു പടം ഉണ്ടാവും. അപ്പൊ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ അതിനെ എന്താ പറയാ ഡിസോൺ ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എന്റെ റൈറ്റ് ഉണ്ട്. കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ തന്നെ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രീസിൽ ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഹൗ ടു കറക്റ്റ് എന്നും കൂടെ പറയാൻ നന്നായിരിക്കും. അതിലെന്തായിരുന്നു പോരായ്മകൾ എന്നുള്ളത് കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. അത് ചിലപ്പോ എനിക്കല്ല, റൈറ്റർ അല്ലെങ്കിൽ ആ ഡയറക്ടറൊക്കെ, അയാൾ പുതിയ ഡയറക്ടറാണ്. അയാൾക്ക് നാളെ ഒരു സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് നേരത്തെ ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് മറ്റ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ തെലുങ്കായാലും തമിഴായാലും കർണാടകയായാലും അവരെല്ലാം പറഞ്ഞത് മലയാള ഇൻഡസ്ട്രിയാണ് കണ്ടന്റ് ഓറിയന്റേഴ്സ് മുന്നിൽ നിൽക്കുന്ന മലയാളം സിനിമകളിലാണ്. അപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോഴും മലയാളം എന്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ റെഫർ ചെയ്യണമെങ്കിൽ അവർ റെഫർ ചെയ്യുന്ന മലയാളം സിനിമയാണ്. പക്ഷെ കളക്ഷൻ റെക്കോർഡ് നോക്കുമ്പോൾ മലയാള സിനിമ ഏറ്റവും പുറകിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മുൻപിലുമാണ്. എന്തുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്? വലിയ ചോദ്യമാണ്. ഞാനതിന് ഉത്തരം പറയാൻ പറ്റിയൊരാളുമല്ല. കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 3 സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, 5 സിനിമ. അത് വെച്ചോടെ എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല. ഒന്ന്, മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാണ്. അതിപ്പോ തുടങ്ങിയ ഒരു പ്രതിഭാസമൊന്നുമല്ല. 1960-കളിലും 70-കളിലും 80-കളിലും ചെമ്മീന് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റാണത്. അപ്പം ചെറിയ കാര്യമല്ലല്ലോ. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ്. അങ്ങോട്ട് നമുക്കെന്താ പണ്ട് പറയില്ലേ, നമുക്ക്
ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് വാങ്ങി. അതുപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളൂ. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല. ഇന്ന് അതിനൊരു ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട്. ബിക്കോസ് പോസ്റ്റ് കോവിഡ് കുറച്ചുകൂടി പ്രേക്ഷകരെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മളെങ്ങനെ എഴുതി അതിൻ്റെ ഒരു ജഡ്ജ്മെന്റിലോട്ട് എത്തല്ല. മലയാള സിനിമ നാളെ കുറേ കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും. അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് 100 കോടി ക്ലബ് 200 1000 ഉണ്ട്. അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഡിസ്കൗണ്ട് ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായമാണ്. ആരും ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോയായി അത് 100% അവകാശം. അത് വേറൊരു ആൾ ചെയ്തൊരു സിനിമയെ അതിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പാണ്. സിനിമയുടെ റിസൾട്ട് എന്തോ ആവാം അല്ലെ, നമ്മൾ ഒരിക്കലും ഓടില്ല. അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട്. തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ വിധികർത്താക്കൾ. അത് നമ്മൾ ഒരുമിച്ചേറ്റെടുക്കും. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന്റെ സിനിമയാക്കി മാറ്റും. ആക്ച്വലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോൾ അത് വേറേണ്ടി വരും. ഇല്ലാതെ ഞാൻ പറയണില്ല. അത് അതിനൊരു എന്താ പറയുക ലിഖിതമായ ഒരു നിയമമില്ല. അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള് ഒരു വ്യക്തിത്തില്ല. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ ഒരു പിണക്കമാണ്. ആ പിണക്കത്തിന്റെ ഒരു റിയാക്ഷനാണ് ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാൻ, അല്ലെങ്കിൽ എഴുതി അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് നോട്ട്സിൽ വരാൻ, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരാൻ. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുണ്ട്. സോ അത് എന്നും പെർമനന്റ് സ്റ്റേറ്റിൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു വേ ഓഫ് ക്രിറ്റിസിസം രണ്ടു കൂട്ടരിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിലേ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട്.